23/12/23 എന്ന് പറഞ്ഞാൽ ഈ ദിവസം മുതൽ 28 ഫെബ്രുവരി 2 2024 വരെ എത്ര ദിവസം ഉണ്ടാകും എന്നാണ് ചോദ്യം. ഇവിടെ 23 മുതൽ 31 വരെ അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നത്. നിങ്ങൾ 31-ൽ നിന്ന് 23 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 ലഭിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവിടെ 9 ആണ് ഉണ്ടാവുന്നത്. 23 ഉൾപ്പെടണമെങ്കിൽ നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത് 22 ആണ്. 22 മൈനസ് ചെയ്താലാണ് 23 അവിടെ വരും. അല്ലെങ്കിൽ 23 മൈനസ് ചെയ്തിട്ട് 1 കൂട്ടിയാൽ മതി. അപ്പോൾ 9 കിട്ടും. ഡിസംബറിൽ 9 ദിവസം. ഇനി വരുന്ന 2024 ജനുവരിയിൽ 31 ദിവസം, ജനുവരിയിൽ 31 ദിവസം, പിന്നെ ഫെബ്രുവരി 28. ഇത്രയും ദിവസങ്ങളാണ് നിങ്ങളുടെ LSS പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത്. 9 1 10 8 18 3 2 5 1 6 68 ദിവസം. 68 ദിവസം. 68 ദിവസം. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് 68 ദിവസമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇനിയുള്ള ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങളുടെ പേരൻസിനെയും കൂടി ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അടുത്തിരുത്തണം. കാരണം ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പേരൻസും കൂടി അടുത്തിരിക്കണം, പ്രത്യേകിച്ച് അമ്മമാർ. എങ്കിൽ മാത്രമേ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റൂ എന്ന് ശ്രദ്ധിക്കുക. വേറൊരു ചോദ്യത്തിന് കുട്ടികൾ സ്വന്തം ഉത്തരം പറയട്ടെ. ജനുവരി 10 മുതൽ മാർച്ച് 10 വരെ. അത് ഇങ്ങനെ ജനുവരി എന്നാക്കി മാറ്റും മക്കളെ. 2024 ജനുവരി 10 മുതൽ മാർച്ച് 10 വരെ എന്നാണ് ചോദിച്ചത്. 2024 വർഷത്തില് ജനുവരി 10 മുതൽ മാർച്ച് 10 വരെ എത്ര ദിവസം? അതാണ്. For January 10 to March 10, how many days? ശരി, നമുക്ക് ഗായത്രി നോക്കാം. ജാനുവരി 10 മുതൽ ജാനുവരി 31 വരെ എത്ര ദിവസം ഉണ്ട് മോളെ? ഗായത്രി കുട്ടികളാണ് ടൈപ്പ് ചെയ്തത്. മോളെ നോക്കി വായിച്ചാൽ മതി, പേടിക്കണ്ട. കുട്ടികൾ ടൈപ്പ് ചെയ്ത് തരും, മോള് നോക്കി വായിച്ചാൽ മതി. 21 days ആണോ? കുട്ടികൾ ടൈപ്പ് ചെയ്തിരുതാ. ജനുവരി 10, 2024 ജനുവരി 10 ഇവിടെ. ഈ 10 മുതൽ 31 വരെ എത്ര ദിവസം ഉണ്ടെന്നാണ് എന്റെ ചോദ്യം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. അപ്പൊ 21 ആണോ 22 ആണോ കിട്ടിയത്? 22. യെസ്. അപ്പൊ 22. ആ 22 ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് 31-ൽ നിന്ന് 10ന്റെ തലേ ദിവസം കുറയ്ക്കുക, 9 കുറയ്ക്കുക. അല്ലെങ്കിൽ 10 കുറച്ചിട്ട് 21ന്റെ കൂടെ 1 കൂട്ടണം. ആ 1 10 ആണ്. എങ്ങനെ വേണേ ചെയ്യാം. 22 ദിവസം. ഇനി എന്റെ ചോദ്യം ഗായത്രിയോട്, അന്നത്തെ ദിവസം ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും മോളെ? അന്നത്തെ വർഷം 2024 വരുന്ന വർഷം ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? മോള് കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ട് മോളെ നോക്കി വായിച്ചാൽ പോരെ? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, നോക്കി വായിച്ചോളൂ. ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ട്? ഓ 29. കുട്ടികളെ ടൈപ്പ് ചെയ്തിട്ട് നോക്കി വായിച്ചാൽ മതി. 29. പിന്നെ ചോദിച്ചത് മാർച്ച് 10 ആണ്. മാർച്ച് 10 ഇതെല്ലാം കൂടി കൂട്ടി വെക്കുന്നു. 9 2 11 6. 61 ദിവസം കിട്ടിയ കുട്ടികൾ എത്ര പേരുണ്ട്? 61 days ആണ്. യെസ്, 61 കിട്ടിയ കുട്ടികളൊക്കെ അവരുടെ പേര് ടൈപ്പ് ചെയ്യാം. 61 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഗായത്രി കുട്ടികൾ അവിടെ ടൈപ്പ് ചെയ്തു തരും. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് മോള് പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ മതി. മൈക്ക് ആ സമയത്ത് ഓൺ ചെയ്താൽ മതി. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാം. യെസ്, പല കുട്ടികളും അവരുടെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഗായത്രി ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ പെട്ടെന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്യണം. 1 3 6 10 15 ഡാഷ്. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് നേരം നോക്കുക എത്ര പേര് കറക്റ്റ് ഉത്തരം ടൈപ്പ് ചെയ്ത് നോക്കി.
21 ടൈപ്പ് ചെയ്ത കുട്ടികളുണ്ടോ മക്കളെ? 21? Yes, 21 is the right answer. ആ 21 കിട്ടിയത് എങ്ങനെയാണെന്ന് ഗായത്രി നോക്കിക്കോളൂ. 1 plus 2 that is 3. 3 plus 3 that is 6. 6 plus 4 that is 10. 10 plus 5 that is 15. 15 plus 6 21. 1 is equal to 1. 1 plus 2 is equal to 3. 1 plus 2 plus 3 is equal to 6. 1 plus 2 plus 3 plus 4 is equal to 10. 1 plus 2 plus 3 plus 4 plus 5 is equal to 15. Consecutive natural numbers in the sum ആണ്. Consecutive natural numbers starting from 1. 1 മുതൽ തുടങ്ങുന്ന എണ്ണസംഖ്യയുടെ സം ആണ് ഈ എഴുതിയിരിക്കുന്നത് മുഴുവൻ. ഈ സംഖ്യകളെ പറയുന്ന പേരാണ് ട്രയാങ്കുലർ നമ്പർ. ഇത് നിങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുക. പക്ഷെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ത്രികോണ സംഖ്യ എന്ന് പറയും മലയാളത്തിൽ. ത്രികോണത്തിന്റെ ഷേപ്പിലാണ് ഈ സംഖ്യ പോവുക. ഫസ്റ്റ് വൺ ഇസ് 1, കണ്ട. സെക്കൻഡ് വൺ ഇസ് 3, then third one is 6. ഇങ്ങനെ ത്രികോണത്തിന്റെ ഷേപ്പിലേക്ക് പോകുന്നു. ത്രികോണ സംഖ്യ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പറയുക, അടുത്ത നമ്പറിലേക്ക് പോകാം. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ എല്ലാവരും. ഗായത്രി ശരിയായ ഉത്തരം നോക്കി ഒന്ന് വായിച്ചാൽ മതി. 1 4 9 16 25 dash. ഗായത്രി കൂടുതൽ ഒരേ ആൻസർ വരുന്നത് നോക്കി അങ്ങ് വായിച്ചാൽ ചിലപ്പോൾ അങ്ങ് ശരിയാവും. പറഞ്ഞു. 36 is the right answer. 36. നോക്കൂ, 1 into 1 ആണ് 1, 2 into 2 ആണ് 4, 3 into 3 ആണ് 9. പക്ഷേ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സിലാണല്ലോ. നിങ്ങൾക്ക് അത് പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സിലാണെങ്കിൽ ഇത് കിട്ടുന്നതിന് വേറൊരു രീതിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. 1 is equal to 1. 1 plus 3 is equal to 4. 1 plus 3 plus 5. ഗായത്രി, ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഞാൻ എന്താണ് മോളെ ഉദ്ദേശിച്ചത്? സം ഓഫ് കോൺസിക്യൂട്ടീവ്, ബാക്കി പറയൂ. ഓഡ് നമ്പേഴ്സ്. ഓക്കെ, സം ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. 1 3 5 that is 9. 1 plus 3 plus 5 plus 7 is equal to 16. ആ തരത്തിൽ അറിയാമോ എന്നാണ് നിങ്ങൾ നോക്കുന്നത്. മോൾ ആ സംഖ്യകളൊന്ന് പറഞ്ഞ്. 1 4 9 16 25 36. So this number is called, അത് നിങ്ങൾ 7ാം ക്ലാസ്സിലാണ് കൂടുതൽ പഠിക്കുന്നത്. This number is called square numbers. മലയാളത്തിൽ സമചതുര സംഖ്യ എന്ന് പറയും, വർഗസംഖ്യ എന്ന് പറയും. സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ്. ഈ ട്രയാങ്കുലർ നമ്പർ കിട്ടിയത് ഒന്നിന്റെ കൂടെ തുടർച്ചയായ സംഖ്യകൾ ഇങ്ങനെ കൂട്ടിയിട്ടാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ്. സ്ക്വയർ നമ്പേഴ്സ് ഇവിടെ കിട്ടിയത് ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ്. ഇനി നിങ്ങളോട് എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങളെ രക്ഷിതാക്കളോട് ചോദിക്കാതെ നിങ്ങൾ പെട്ടെന്ന് മറുപടി പറയും. ഗായത്രി, ഈ മേലുള്ള നമ്പറിന് എന്താണ് പേര് വിളിച്ചത്? മിണ്ടുന്നില്ലേ? രണ്ടാമത്തെ നമ്പറിന് എന്ത് പേരാണ് നമ്മൾ വിളിച്ചത്? സ്ക്വയർ നമ്പേഴ്സ്. ഇവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കുട്ടികൾ ടൈപ്പ് ചെയ്തു തരും. അറിയാവുന്ന കുട്ടികൾ ടൈപ്പ് ചെയ്തു തരും. ആ ടൈപ്പ് കണക്ഷനുള്ള കുട്ടികൾ ഷോർട്ട് ആയിട്ടാണ് ടൈപ്പ് ചെയ്യും. ഗായത്രി നോക്കിന്ന് വായിച്ചാൽ പോരെ? എന്താ കണക്ഷൻ പറയൂ. വാട്ട് ഈസ് ദ റിലേഷൻ? വാട്ട് ഈസ് ദ റിലേഷൻ? കുട്ടികൾ യെസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വൺ പ്ലസ് 3 എത്ര
എത്രയാണ് ഗായത്രി? 4. 4. 3 + 6 എത്രയാണ് ഗായത്രി? 9. 9. 10 + 15 എത്രയാണ് ഗായത്രി? 25. 25. The sum of two consecutive triangular number is a square number. എൻ്റെ ഇടയ്ക്ക് മീറ്റിംഗ് പോയോ? ഒരു മിനിറ്റ് കേൾക്കാമോ ഗായത്രി? ഒറ്റ മിനിറ്റ്. ഇപ്പൊ റെഡിയല്ലേ? പിക്ചർ ക്ലിയർ ആണോ? Yes, sir. Yes. അതിനിടയ്ക്ക് എന്തോ നെറ്റിന്റെ പ്രോബ്ലം വന്നു. ശരി, അപ്പം ആ ബന്ധം മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു പാറ്റേണിലേക്ക് പോവുകയാണ്, നമ്പർ സീരീസിലേക്ക്. ചിലപ്പോൾ ചോദിക്കാം 32, 37. ഗായത്രി മൈക്ക് മ്യൂട്ട് ചെയ്യണേ, കാരണം അല്ലാത്ത സമയത്ത് സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. 37, 47, 58, 71 dash. What is the next number? What is the next number? 32, 37, 47, 58, 71 and dash. What is the next number? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും, അത് നോക്കി പറഞ്ഞാൽ മതി. 96 അല്ലല്ലോ. 76 ആണോ? 76 അല്ലല്ലോ. ശരിയായ ഉത്തരം വന്നില്ലല്ലോ. നമുക്ക് ഗായത്രി 3 + 2 എത്രയാണ് മോളെ? 5. 5. 32 + 5 എത്രയാണ്? സ്പീഡ് പോരാ, സ്പീഡ് പറയുന്നില്ല. 5 എത്രയാണ്? 37. 37. 3 + 7 എത്രയാണ്? 47. ശരി. 4 + 7 എത്രയാണ്? 11. 11. 47 കൂടി 11 കൂട്ടിയാൽ 58. 5 + 8 എത്രയാണ്? 13. 13. 8 3 11, 5 2 5 6 7, 71 കിട്ടി. അടുത്ത നമ്പർ മോള് പറ, എത്ര ഉണ്ടാവും? Sir. 7 + 1 8. 8. 71 + 8 79. 79. അപ്പൊ നമ്മുടെ ആൻസർ 79 ആണ്. ആ കോഹോസ്റ്റായ കുട്ടികൾക്കും വിളിച്ച് പറയട്ടോ, കോഹോസ്റ്റായ കുട്ടികൾക്കും വിളിച്ച് പറയാം, കാരണം നമുക്ക് സ്പീഡിൽ കാര്യം കിട്ടണം. ശരി ശരി ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കുറച്ച് ഓപ്ഷൻസ് തരികയാണ്. 1295, 8900, 8900, 1295, 3917, 4211. ഇതാണ് ഓപ്ഷൻ. ഇതാണ് ഓപ്ഷൻ. എൻ്റെ ചോദ്യം എന്താവാം ഗായത്രി? മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്യും, പക്ഷെ ചോദ്യം നിങ്ങൾ ഇത് മാത്രം ചോദിക്കരുത്. ഇതിൽ ഈവൻ നമ്പർ ഏതെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കില്ല. അതൊരു LSS കുട്ടിയോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഇത് ഈവൻ നമ്പർ എന്തെന്ന് ഞാൻ ചോദിക്കില്ല, പക്ഷേ ചോദ്യം എന്താവാം അതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. 1 + 3 + 5 = 9 എന്ന കൂതം, 3 + 5 + 7 എന്നതിന് ഞാൻ 15 എന്ന കൂതം, 11 + 13 + 15 ഞാൻ അതിന് 39 എന്ന കൂതം. ഇനി നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ചോദ്യം എന്താവാം? ഈ രീതിയിലുള്ള കണക്ഷൻ വരുന്ന ചോദ്യമാവണം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നല്ല, കാരണം ഇത് ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷൻസിൽ ഇതാണ് ആൻസർ കിട്ടേണ്ടത്. ചോദ്യം എന്താവാം? എവിടുത്തെ ഈ ഒരു ബന്ധം നോക്കി പറയണം. ഇതിൽ തുടർച്ചയായ 3 ഒറ്റ സംഖ്യയുടെ തുകയാകാൻ സാധ്യതയില്ലാത്തത് ഏതെന്നാണ് ചോദ്യം.
ഇത് ഏതാണ് തുടർച്ചയായ 3 ഒറ്റസംഖ്യയുടെ തുക? തുടർച്ചയായ 3 ഒറ്റസംഖ്യയുടെ തുക നിങ്ങൾക്ക് ഒരു ഓഡ് നമ്പറാണ് കിട്ടുന്നേണ്ട, പക്ഷെ ഇവിടെ ഈവൻ നമ്പറാണ്. അപ്പൊ 8900 ആൻസർ കിട്ടണമെങ്കിൽ ആ ചോദ്യം എങ്ങനെ ചോദിക്കണം ഗായത്രി? കോൺസിക്യൂട്ടീവ് 3 ഓഡ് നമ്പേഴ്സിന്റെ സം ആവാൻ സാധ്യതയില്ലാത്ത എന്നാണ് ആ ചോദ്യം വന്നത്. കഴിഞ്ഞ വർഷം ഒരു മോഡലിൽ വന്ന ചോദ്യമാണ്. ഈ ചോദ്യങ്ങളൊക്കെ വരും. ഇനി ഇന്ന് പുതുതായിട്ട് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്, അവർക്കും കൂടി വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. ഞാൻ ഈ പേര് വിളിക്കുന്ന കുട്ടികൾ ഇതിലുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൈക്ക് എല്ലാവർക്കും കൂടി ഓൺ ചെയ്ത് തരാം. കുട്ടികൾ 4ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അവർക്ക് 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം പേരൻസിന് അറിയാം. കാരണം അവർക്ക് ആ സമയത്ത് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്കറിയാം അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം LSSും USS ഒക്കെ എഴുതുന്ന കുട്ടികൾ അവരുടെ കൂടെ പേരൻസ് ഇരുന്നിട്ട് മുമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കണം. ശരി, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഏറ്റവും ചെറിയ ലീസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ. ഗായത്രി അവിടെ നോക്കിയിട്ട് ഉത്തരം പറയൂ. 10,000 is the right answer. 10,000 ശരിയാണ്. ഇനി ഞാൻ കലണ്ടറായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം അയച്ചു തന്നിട്ടുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2022 ജാനുവരി 1 സാറ്റർഡേ ആയിരുന്നു, ശനിയാഴ്ച. ചോദ്യം ഇതാണ്, 2022 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ടൈപ്പ് ചെയ്ത് നോക്കി മോള് വായിച്ചോളൂ. ഗായത്രി അവിടെ ടൈപ്പ് ചെയ്ത് നോക്കി വായിച്ചോളൂ മോളെ. എല്ലാവരും അയക്കുന്നത് ശരി തന്നെയാണ്, അതുകൊണ്ടാണ് നോക്കി വായിക്കാൻ ഞാൻ പറഞ്ഞത്. എല്ലാവരും അയക്കുന്ന ഒരേ ഉത്തരമാണ്, ശരിയാണ്. വായിച്ചോളൂ. സാറ്റർഡേ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലീപ് ഇയർ അല്ലാത്ത ഓർഡിനറി ഇയർ, സാധാരണ വർഷം, ഓർഡിനറി ഇയറിൽ ഏത് ദിവസമാണോ തുടങ്ങുന്നത് അവസാനിക്കുന്നതും ഒരേ ദിവസമാണ്. തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസമാണ്. 2023 ഇത് പറഞ്ഞ പ്രകാരം ജനുവരി 1, 2023 ജനുവരി 1 ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ സൺഡേ ആണ് വരേണ്ടത്. സൺഡേ. ചോദിക്കുന്നു 2023 ഡിസംബർ 31 ഏത് ദിവസമാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. സൺഡേ തന്നെയായിരിക്കും. ഗായത്രി ഇവിടെ ഡിസംബർ 31 ഏത് ദിവസമാണ് മോള് കാണുന്നത്? സൺഡേ തന്നെയാണ്. ആ 2023 ജനുവരിയിലെ കലണ്ടർ നമുക്കൊന്ന് നോക്കാം. 2023 ജനുവരിയിലെ കലണ്ടർ നോക്കാം. ഇതാ 2023 ജനുവരി 1 ഏത് ദിവസമാണ് മോളെ? സൺഡേ. പെട്ടെന്ന് മറുപടി പറയണം, കാരണം കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് മോക്ക് വേണ്ടിയിട്ട്. അത് നോക്കി വായിച്ചാൽ മതി. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ വർഷത്തിൽ ഓർഡിനറി ഇയറിൽ ഏത് ദിവസമാണോ തുടങ്ങുന്നത് അതേ ദിവസം തന്നെയാണ് അവസാനിക്കുക. ലീപ് ഇയറിൽ വ്യത്യാസമുണ്ടാവും. നിങ്ങൾക്കറിയാമോ 2024 എന്ന് വരാൻ പോകുന്ന നമ്മുടെ വർഷം, പുതുവർഷം, ജനുവരി 1 ഏത് ദിവസമാണെന്ന് നിങ്ങൾക്കറിയാമോ?
അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യൂ. മോളെ അവിടെ നോക്കിയൊന്ന് വായിക്കും മോളെ ഗായത്രി. ആ മോള് പെട്ടെന്ന് വായിക്കണം. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം നിന്നെയും കാത്തിട്ട്. യെസ്, ഏതാണ് മോളെ? മൺഡേയാണ്. മൺഡേയാണ്. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് അടുത്ത ചോദ്യം വരുന്നു. 2025 അതിന്റെ അടുത്ത വർഷം ജനുവരി 1 ഏത് ദിവസമാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. നോക്കാം നമുക്ക്. എല്ലാരും വരട്ടെ. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കൂ മോളെ. വർഷത്തില് അവസാനിച്ചത് നമുക്ക് മനസ്സിലായി. പക്ഷേ 2024 ലീപ് ഇയർ ആണ്. മൺഡേയിൽ തുടങ്ങി. മോള് ഡിസംബർ 2024 ഒന്ന് നോക്കൂ. അടുത്ത വർഷം ഇതാ. ആ 2024 ഡിസംബർ 1 എന്ന് പറയുന്നത് ഡിസംബർ 31 ചൊവ്വാഴ്ചയായി. ചൊവ്വാഴ്ച, ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഇവിടെ 2024 ഇതാ, നിങ്ങൾക്ക് 2024 ഡിസംബർ 31 ഒരിക്കലും ഈ മൺഡേയിലേക്ക് വരില്ല. അത് നിങ്ങൾക്ക് ട്യൂസ്ഡേ ആണ് ലഭിക്കുക. തൊട്ടടുത്ത ദിവസമായിരിക്കും ലഭിക്കുക. കാരണം ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. അപ്പോഴാണ് എന്റെ ചോദ്യം വരുന്നത്, 2025 ജനുവരി 1 ഏത് ദിവസമാണ് ഗായത്രി? വെനസ്ഡേ. വെനസ്ഡേ ആയിരിക്കും. അപ്പം അത് ഈ 2024 ലീപ് ഇയർ ആയതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസത്തേക്ക് പോവുകയാണ്. ഈ കലണ്ടറായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും കുട്ടികളോട് ഉണ്ടാവും. രക്ഷിതാക്കളത് മനസ്സിലാക്കുക. കലണ്ടർ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഇന്നലെ ഞാൻ കലണ്ടർ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. കുട്ടികൾ ബഹളം വെച്ചുകൊണ്ട് ഒന്നും തിരിഞ്ഞില്ല. ഇതാണ് ചോദ്യം. നോക്കിക്കോളൂ. ഈ ചോദ്യത്തിന്റെ ആൻസറാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ 26 കൊടുക്കുകയാണ്. ഇതിൽ കലർന്ന് വെട്ടിയെടുത്താണ്. ഇതിന്റെ എല്ലാ സൈഡും നിങ്ങൾ ഫില്ല് ചെയ്യൂ പെട്ടെന്ന്. 25. ഇവിടെ എത്രയാണ് മോളെ? 27. തൊട്ട മേലെ എത്രയാണ് മോളെ? 19. വെരി ഗുഡ്. ഇവിടെയോ? ഇവിടെയോ? ഒന്നും എഴുതരുത്. എന്താണ്? മെല്ലെ പറഞ്ഞു. ഒന്നും പറയോ? ഒന്നും എഴുതരുത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഈ കള്ളിയിൽ ഒന്നും എഴുതാൻ പാടില്ല. അതാണ്, ഒന്നും എഴുതരുത്. കാര്യമാക്കി ഇട്ടേക്കണം. ഒന്നും എഴുതാണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. ഇവിടെ അവിടെ കൊണ്ടാച്ചിട്ട് നിങ്ങൾ ഒന്നൊന്നും എഴുതാൻ പോയരുത്. കാരണം ഒന്ന് ഇവിടെ എവിടെയോ ഉണ്ട്. നിങ്ങൾ എന്തിനാണ് അവിടെ ഒന്ന് എഴുതാൻ പോകുന്നത്? ഒന്നും എഴുതരുത്. ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ചെറിയ ചോദ്യം കലണ്ടറിൽ തരികയാണ്. ഇൻ എ പർട്ടിക്കുലർ മന്ത്, ചോദ്യം എഴുതിക്കോളൂ. ഇൻ എ പർട്ടിക്കുലർ മന്ത് the days of 3 Wednesdays are short ആയിട്ട് എഴുതാം. are even numbers. മലയാളം പറയാം. മലയാളം ഞാൻ എഴുതരാം. The days of 3 Wednesdays are even numbers. ഒരു പ്രത്യേക മാസത്തിൽ 3 ബുധനാഴ്ചകൾ ഇരട്ട സംഖ്യകളാണ് പോലും എങ്കിൽ ആ മാസത്തിലെ 23-ാം തീയതി ഏത് ദിവസമായിരിക്കും? ഈ ചോദ്യമൊക്കെ ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതുന്നതുകൊണ്ടാണ് പേരൻസിനെ കൂടെ ഇരുത്തണമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ മതി. ഇൻ എ പർട്ടിക്കുലർ മന്ത് the days of 3 Wednesdays are even numbers. 3 ബുധനാഴ്ചകൾ ആ പ്രത്യേക മാസത്തിൽ ഇരട്ടകളാണ്, ഇരട്ട സംഖ്യകളാണ് എങ്കിൽ 23-ാം തീയതി ഏത് ദിവസമായിരിക്കും? ഗായത്രിക്ക് ഓപ്ഷൻ വേണോ? വേണ്ടേ? വേണം. ഞാൻ 7 ഓപ്ഷൻ തരാം. സൺഡേ,
മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇത്രയും പോലെ ഓപ്ഷൻ എഴുതിക്കോ. Particular month, the days of 3 Wednesdays are even numbers. 23-ാം തീയതി ഏത് ദിവസമായിരിക്കും? Tuesday. Monday. കണ്ട ആരെല്ലോ ബഹളം വെക്കുന്നുണ്ട്. ഉണ്ടാവും ആടുന്ന് പൊരിയാണ്. പൊരിച്ചില്. എല്ലാ കുട്ടികളും വിളിച്ചു പറഞ്ഞോളൂ. ആൻസർ വിളിച്ചു പറഞ്ഞോളൂ. എല്ലാരും വിളിച്ചു പറഞ്ഞോളൂ. ആ സൈലന്റ് ആയി. ഇനിയിപ്പം ഗായത്രിക്ക് മാത്രം പറയാം. ഗായത്രിക്ക് പറയാ, ഗൗരിക്ക് പറയാ. യെസ്. ആ പല്ലവി, ഇതിന്റെ ആൻസർ എത്രയാണ്? പല്ലവി, നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഇന്ന പർട്ടിക്കുലർ വന്ന് 3 Wednesdays are even numbers ആ പറഞ്ഞത്. എന്റെ ചോദ്യം ഇതാണ്, നമ്മളെ ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? 2. അതൊന്ന് പറഞ്ഞേക്കോ. 2 2-ൽ നിന്നാണ് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 കഴിഞ്ഞാൽ തൊട്ട താഴെ 9 വരും. അത് ഓട് നമ്പറാ, അതൊന്നും നോക്കണ്ട. 9 കഴിഞ്ഞാൽ തൊട്ട താഴെ 16 വരും. അത് ഈവൻ നമ്പറാണ്. അപ്പൊ 2 കിട്ടി. 16 കഴിഞ്ഞാൽ തൊട്ടതായ 23 വരും. അത് ഓട് നമ്പറാ, അത് നിങ്ങൾ നോക്കണ്ട. 23 കഴിഞ്ഞാൽ തൊട്ടതായ 30 വരും. ആഹാ, ചോദ്യം കിട്ടിയല്ലോ, ചോദ്യം റെഡിയായല്ലോ. ഇൻ എ പർട്ടിക്കുലർ മന്ത് 3 Wednesdays are even numbers. മോളെ, ഇവിടെയുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 16, 30. 3 Wednesdays are even numbers. ആ മാസത്തിലെ 23-ാം തീയതി ഏത് ദിവസമാണ് ഗായത്രി? ഗായത്രിക്ക് സ്പീഡില്ല, വെറുതെ ഗായത്രിക്ക് സ്പീഡില്ല. മോളെ എവിടെ നോക്കി പറ മോളെ, ഇത് ഏത് ദിവസമാണ്? എന്തോ സങ്കടമായി. വെനസ്ഡേ, അതൊന്ന് പറയൂ. അതിനല്ലേ പാരന്റ്സിന് അടുത്ത് ഇത്ര വെനസ്ഡേ. ആ മാസത്തെ 23 വെനസ്ഡേ ആണ്. ഇനി 23 ചിലപ്പോൾ 24 ചോദിക്കാം, 1-ാം തീയതി ചോദിക്കാം. ഈ മാസത്തെ 1-ാം തീയതി ഏത് ദിവസമാണ് മോളെ? ഏത് ദിവസം 1-ാം തീയതി? ട്യൂസ്ഡേ ആയിരിക്കും. കറക്റ്റ്. ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഒരു ചെറിയ ചോദ്യം പിടിച്ചോ. ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി ശ്രമിക്കുക. ഇതും ഒരു വർഷം വന്നതാണ്. കലണ്ടറിന്റെ കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. അടുത്ത ക്ലാസ് ബുധനാഴ്ചയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ബുധനാഴ്ച വൈകുന്നേരം 7:30 മണിക്കായിരിക്കും. അന്ന് എടുക്കുന്നത് വീൽ ഓഫ് ടൈമാണ്. വീൽ ഓഫ് ടൈം, മലയാളം സമയചക്രം. ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. സമയചക്രത്തിലുള്ള ചോദ്യം വരുന്നത് അറൈവൽ ടൈം, ഡിപ്പാർച്ചർ ടൈം, ടൈം സ്പെൻഡ്. എത്താനെടുത്ത സമയം, എത്തിച്ചേർന്ന സമയം, പുറപ്പെട്ട സമയം, എത്താനെടുത്ത സമയം, എത്ര മണിക്കൂർ സമയം ചെലവഴിച്ച സമയം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. പല സ്കൂളുകളുടെയും ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർ മുഖേന ഷെയർ ചെയ്യുന്നുണ്ട്. മനസ്സിലാകാത്ത ഭാഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ക്ലിയർ ആവാത്ത കുട്ടികൾക്ക് വിളിക്കാനുള്ള നമ്പർ അവിടെ എഴുതാം. വാട്സപ്പ് ചെയ്താൽ മതി. 8686171729 എന്ന നമ്പറിൽ. മറ്റുള്ള കുട്ടികൾ ക്ഷമിക്കുക, കാരണം നമ്മുടെ ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. പല കുട്ടികൾക്കും നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ക്ലാസ് കയറാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2-3 കുട്ടികളെ കോഹോസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. ക്ഷമിക്കുക. ബാക്കിയുള്ള കുട്ടികൾ കമൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ കോഹോസ്റ്റ് ആകാൻ താല്പര്യമുള്ള കുട്ടികൾക്കും എന്നെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ ചെയ്തു തീർക്കും. 15ഓളം കുട്ടികളെ കോഹോസ്റ്റ് ആക്കാൻ പറ്റും ഈ ഒരു ലിങ്കിൽ. അത് ശ്രദ്ധിക്കുക. ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. നല്ല ചോദ്യമാണ്. കാൽക്കുലേറ്റർ നല്ല ചോദ്യമാണ്. There are 5 Fridays in January. There are 5 Fridays in January. ഇനി വേണമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കലണ്ടർ വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് സൗകര്യമുള്ള ഏത് കലണ്ടർ വേണമെങ്കിൽ വെച്ച് പറയാം. ഫ്രൈഡേസിന് പകരം ഞാനൊരു കാര്യം ചെയ്യാം. ഇത്
നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തേഴ്സ്ഡേയ്സ് ആക്കാം. തേഴ്സ്ഡേയ്സ്. There are 5 Thursdays in January. ഏതൊരു വർഷമാണേ 5 Thursdays ഉണ്ടോ അല്ലേ? Not 5 Fridays. മലയാളം ഇതാണ്. ഒരു ജനുവരി മാസത്തിൽ 5 വ്യാഴാഴ്ചകളുണ്ട്, പക്ഷേ 5 വെള്ളിയാഴ്ചകളില്ല. ചോദ്യം ഇതാണ്, ജനുവരി 1-ാം തീയതി ഏത് ദിവസമായിരിക്കും എന്ന് ചോദ്യം. അങ്ങനെ ചോദ്യം. ജനുവരി മാസത്തിൽ 5 വെള്ളിയാഴ്ചകളുണ്ട്, പക്ഷേ 5 വ്യാഴാഴ്ചകളുണ്ട്, പക്ഷെ 5 വെള്ളിയാഴ്ചകളില്ല എന്ന ചോദ്യമാവാം. ഇനി നേരെ തിരിച്ച് ഇവിടെ നിങ്ങൾക്ക് there are 5 Wednesdays in January. There are 5 Wednesdays in January. 5 ബുധനാഴ്ചകളുണ്ട്. അപ്പൊ ഞാൻ പറയും not 5 Thursdays എന്ന് പറയും. എങ്കിൽ ജനുവരി 1-ാം തീയതി ഏത് ദിവസമാണ്? ഇനി ഈ ചോദ്യത്തിൽ നമുക്ക് മുറയ്ക്കാം. ജനുവരി മാസത്തിൽ 5 ബുധനാഴ്ചകളുണ്ട്, പക്ഷേ 5 വ്യാഴാഴ്ചകളില്ല. ജനുവരി 1-ാം തീയതി ഏത് ദിവസമാണ്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ടൈപ്പ് ചെയ്യും. Monday is the right answer. Monday is the right answer. There are 5 Wednesdays in January, not 5 Thursdays. ജനുവരി 1 ഏത് ദിവസമാണ്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കലണ്ടറിൽ രക്ഷിതാക്കളും കൂടി കലണ്ടർ വെച്ച് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളെ. നിങ്ങൾ ഒരു കലണ്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ മനസ്സിലാക്കണം. 1, 2, 3 ഇവ ഉൾക്കൊള്ളുന്നവ 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 5 ഉണ്ടാവും, ബാക്കിയെല്ലാം 4 ഉണ്ടാവും. ഏതൊരു മാസത്തെ കലണ്ടർ എടുത്ത് നോക്കിയാൽ, നിങ്ങൾ ഏതൊരു മാസത്തെ കലണ്ടർ എടുത്ത് നോക്കിയാൽ, ഇപ്പൊ മെയ് മാസം എടുത്തു, 1, 2, 3, 4, 5 ഒന്നതിൽ വന്നു. 1, 2, 3, 4, 5 രണ്ടതിൽ വന്നു. 1, 2, 3, 4, 5 മൂന്നതിൽ വന്നു, ബാക്കിയെല്ലാം 4 ആണ്. അപ്പോഴാണ് നിങ്ങളോടുള്ള ചോദ്യം വന്നത്, there are 5 Wednesdays, 1, 2, 3, 4, 5, not 5 Thursdays. Thursday 5 ഇല്ലോ അല്ലേ? അപ്പൊ 4 ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 4 ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മറ്റത് 5 ഉണ്ടെങ്കിൽ, തലേ ദിവസം 5 ഉണ്ടെങ്കിൽ അത് 3-ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 3-ാം തീയതി ബുധനാഴ്ച ഉറപ്പിക്കണം. 3-ാം തീയതി ബുധനാഴ്ചയാണ്, 2-ാം തീയതി ചൊവ്വാഴ്ചയാണ്, ട്യൂസ്ഡേ ആണ്, 1-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇത് മനസ്സിലായ കുട്ടികൾക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. പഠിച്ചിട്ടുണ്ട്. ജനുവരിയിൽ 31 ദിവസമാണ്. നിങ്ങളോട് പറഞ്ഞത് ജനുവരിയിൽ 5 ബുധനാഴ്ചകൾ ഉണ്ടെന്നാണ്. 1 ഉൾപ്പെടുന്നത് തന്നെ തിങ്കളാഴ്ച ജനുവരിയിൽ 5 വരെ വന്നു, അതിൽ 1-ാം തീയതി കുടുങ്ങി. 2-ാം തീയതി ചൊവ്വാഴ്ച അതും 5 വന്നു. 3-ാം തീയതി ബുധനാഴ്ച 5 വന്നു. അപ്പം 1ഉം 2ഉം ഉൾക്കൊള്ളുന്നവ 5 വീതം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ബാക്കിയൊക്കെ 4 ഉണ്ടാവും. അന്നേരമാണ് ചോദ്യം ക്രിയേറ്റ് ചെയ്തത്. ജനുവരിയിൽ 5 ബുധനാഴ്ചകളുണ്ട്, 1, 2, 3, 4, 5. പക്ഷേ 5 വ്യാഴാഴ്ചകൾ ഇല്ല എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച 4 ഉണ്ടാവും എന്നർത്ഥം. 4 അല്ലാതെ വേറെ വരില്ല. അപ്പൊ 4 ഉണ്ടാവും. 4 വ്യാഴാഴ്ചകളുണ്ട്. ജനുവരി 1-ാം തീയതി ഏത്? അപ്പൊ 3-ാം തീയതി ബുധനാഴ്ച എന്നുള്ളത് ഈ 5 പറഞ്ഞത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം, മറ്റു 4 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ 3-ാം തീയതി ബുധനാഴ്ച, 2-ാം തീയതി ബേക്കോട്ട് പോയി, 1-ാം തീയതി തിങ്കളാഴ്ച. ഇത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് നേരിട്ട് വിളിക്കാം. കലണ്ടർ മാത്സിലെ നല്ല ചോദ്യങ്ങളാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. കലണ്ടർ മാത്സിൽ വളരെ നല്ല വേറൊരു ചോദ്യം തരാം. ഇത് കലണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു പീസാണ്. ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ 44. ഇതിൽ ഓരോ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം.
ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ 44. ഇതിൽ ചെറുതേത് എന്നാണ് ചോദ്യം. ചെറുതേത്? ഉടനെ നിങ്ങൾ 44നെ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. 11 കിട്ടും. 11 4 കുറയ്ക്കുക, 7 കിട്ടും. ഇവിടുത്തത് 7 ഇവിടെ 8. ഈ 7ന്റെ തൊട്ടപ്പുറത്ത് താഴെ വരേണ്ടത് ആരാണ്? 14. ഇവിടെ 15. കണ്ടോ? 8 7 5 5 30 14 44. ഇനി അടുത്തത് നിങ്ങൾ എന്നെ ഫില്ല് ചെയ്തോളൂ. എല്ലാം കൂട്ടിയപ്പോൾ 28. ചെറുതേത്? പെട്ടെന്ന് ചെറുത് കണ്ടുപിടിക്കൂ. ടൈപ്പ് ചെയ്തോളൂ. ഗായത്രി 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് മോളെ? 7. 7ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്രയാണ് മോളെ? 3. അപ്പൊ ഇവിടെ 3 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു. അടുത്തതോ 10. അടുത്തതോ 11 10 21 4 25 3 28 റെഡിയാണ്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുക. കലണ്ടറായിട്ട് ബന്ധപ്പെട്ട ശ്രദ്ധിക്കുക. കലണ്ടറായിട്ട് ബന്ധപ്പെട്ട ഉയർന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ വീൽ ഓഫ് ടൈം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. ഇന്ന് ഞാൻ 4-5 ചോദ്യം നിങ്ങൾക്ക് തരും. ഈ ചോദ്യത്തിന്റെ ആൻസർ ഇന്ന് തന്നെ, ഇന്നിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് യൂട്യൂബിൽ വരും. യൂട്യൂബിൽ LSS എന്ന് പറഞ്ഞ് പ്രത്യേകം തരും. ഇന്നലത്തെ ക്ലാസ് നിങ്ങളുടെ പേരൻസ് കൂടെ ഇരിക്കാത്തതുകൊണ്ട് ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ കുട്ടികളൊക്കെ ബഹളം വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 2 3 4 കുട്ടികൾക്ക് മുൻകൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ കോഹോസ്റ്റ് ആക്കി തരും. അവരുടെ കൂടെ പേരൻസ് ഇരിക്കെങ്കിൽ മാത്രമേ ചെയ്യും. കാരണം കുട്ടികൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ആകെ പ്രശ്നമായിരിക്കും. ശരി, ഞാൻ കലണ്ടറായിട്ട് ബന്ധപ്പെട്ട 4-5 ചോദ്യം തരികയാണ്. അതിനിടക്ക് പെരിമീറ്ററിൻ്റെ ചോദ്യവും വരാറുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരു ചോദ്യം പിടിച്ചോളൂ. ഇന്നത്തെ ചോദ്യം ഇവിടെ എഴുതാം. ഈ ചോദ്യത്തിന് ആൻസർ ഇപ്പം വേണ്ട. യൂട്യൂബിൽ ചാനലിന്റെ പേരാണ് എഴുതി വെച്ചോ. ലേഡർ LSS എന്ന യൂട്യൂബ് ചാനലിൽ ഈ ക്ലാസ്സുകൾ വരും. സംശയമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാം. ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ മോളെ? നമ്പർ 1 എഴുതിയ കാണുന്നുണ്ടോ? കുറച്ചുകൂടി ഇങ്ങോട്ട് എഴുതട്ടെ. കാണുന്നുണ്ടോ മോള്? യെസ് ഓർ നോ? ആ യെസ് സാർ, യെസ്. ഇല്ലേ? എന്താ ഫോണ് ചരിച്ചു പിടിച്ചാൽ കാണാലോ. ഫോണ് ചരിച്ചു പിടിച്ചാൽ കാണട്ടാ. കാണുന്നുണ്ടോ മോള്? ഉണ്ട്. ശരി, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇപ്പം വേണ്ട, യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ എഴുതിച്ചോളൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ലാർജസ്റ്റ് 4-digit number and smallest ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും. അപ്പോൾ what is the difference of largest 4-digit number and smallest 4-digit number?
ഷോർട്ടായിട്ട് എഴുതുകയാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. ശരി, അടുത്ത ചോദ്യം. ഒരു റെക്റ്റാങ്കിൾ ആണ് വരച്ചിരിക്കുന്നത്. ആ റെക്റ്റാങ്കിളിന്റെ നീളം ഞാൻ 6 കൊടുക്കുന്നു, വീതി ഞാൻ 4 കൊടുക്കുന്നു, ലെങ്ത് 6, ബ്രെഡ്ത്ത് 4. വാട്ട് ഈസ് ദ പെരിമീറ്റർ? പെരിമീറ്റർ എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം നോക്കാം. നീളം ഞാൻ 8 ആണ് കൊടുക്കുന്നത്. നീളം 8 കൊടുത്തു. ലെങ്ത് 8 ആണ്, നീളം 8 സെന്റിമീറ്റർ ആയിക്കോട്ടെ. നീളം 8 സെന്റിമീറ്റർ കൊടുത്തു. പെരിമീറ്റർ 24 സെന്റിമീറ്റർ. അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ടെത്തുന്നത് ബ്രെഡ്ത്ത് ആയിരിക്കും. ഇതിന്റെ ബ്രെഡ്ത്ത് എത്ര അല്ലെങ്കിൽ വിഡ്ത്ത് എത്ര, വീതി എത്രയാണെന്നാണ് ചോദ്യം. ഈ 3 ചോദ്യങ്ങളൊന്ന് വായിച്ച് ഗായത്രി. Largest, what difference of largest 4-digit number and smallest 4-digit number? So second one, perimeter of this Find rect. perimeter. What is the perimeter? Length is length is 6 centimeter and breadth is 4 centimeter. okay. The third question. Third question, find the breadth. Length is 8 centimeter and perimeter is 24 centimeter. 24 സെന്റിമീറ്റർ. ഇതാണ് ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അറിയിക്കേണ്ടത്. നിങ്ങൾ ഇന്നല്ല, യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോഴാണ് ടൈപ്പ് ചെയ്ത് അറിയിക്കുന്നത്. വേറെ ഒരു കുസൃതി ചോദ്യം ബോർഡ് മേൽ എഴുതാതെ ഞാൻ തരികയാണ്. അതിൻ്റെ ആൻസറും 4ാമതായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ചോദ്യം ഇതാണ്. എൻ്റെ കയ്യിൽ ഇതാ ഒരു കർച്ചീഫ്. ആ കർച്ചീഫ് ഞാൻ 4ആയിട്ട് മടക്കുകയാണ്. ഇതാ 4ആയിട്ട് മടക്കി. അപ്പോൾ എനിക്കൊരു സ്ക്വയർ കിട്ടി. സ്ക്വയർ എന്ന് പറയുന്നത് സമചതുരം. ഈ സ്ക്വയറിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കിട്ടിയ കുട്ടികൾ മറുപടി തരണമെന്നില്ല. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഞാൻ നിങ്ങൾക്ക് തരുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഞാനത് നിവർത്തിയിട്ട് 2 ആക്കിയപ്പോൾ റെക്റ്റാങ്കിൾ ആക്കി. അപ്പോൾ പെരിമീറ്റർ എത്രയായിരിക്കും? ഒരു കർച്ചീഫ് 4ആയിട്ട് മടക്കി. ഇപ്പം വേണ്ട ആൻസർ, ഇപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ കൂടെ ആൻസർ ടൈപ്പ് ചെയ്ത് അറിയിച്ചാൽ മതി യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ. ഒരു കർച്ചീഫ്, ഒരു ടവൽ 4ആയിട്ട് മടക്കിയിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പെരിമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. അത് നിവർത്തിയിട്ട് 2ആയിട്ട് ഒരു മടക്കിയപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആക്കിയാൽ ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും എന്നാണ് ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും LSSൻ്റെ വിജയികളാകട്ടെ. LSSൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോടും അവരെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടും ഒരു വാക്ക്. ഇപ്പോൾ സ്കൂൾ പൂട്ടിയ സമയമാണ്, വെക്കേഷൻ സമയമാണ്. നിങ്ങൾ ആ സമയത്ത് കുട്ടികളെ, LSS പഠിക്കുന്ന കുട്ടികളെ, പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികളെ വിരുന്നിനോ കല്യാണത്തിനോ സൽക്കാരത്തിനോ കൊണ്ടുപോകരുത്. കാരണം അവർക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളുടെ എത്ര കുട്ടികൾ ഫ്ലുവൻ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ തിരിച്ചറിയാൻ പറ്റും. വീട്ടിലിരുന്ന് അവരെ പഠിപ്പിക്കുക, ക്ലാസ്സുകൾ ധാരാളം കേൾക്കുക, അധ്യാപകർ വാട്സപ്പിലൂടെ അയച്ചു തരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാൻ ശ്രമിക്കുക, നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പേനയുടെ പുറമെ ഒരു പെൻസിലും സ്കെയിലും ഉണ്ടാവണം. കാരണം നമുക്ക് കുറച്ച് ചിത്രം വരയ്ക്കാനൊക്കെ ഉണ്ട്. കൗണ്ടിങ് ഫിഗേഴ്സൊക്കെ അടുത്ത ക്ലാസ്സിൽ വരും. വീൽ ഓഫ് ടൈമും നല്ലൊരു വിശാലമായൊരു പാഠമാണ്. കലണ്ടറിൽ 4 ദിവസം റിപ്പീറ്റ് ചെയ്യുന്നത് 5 ദിവസം റിപ്പീറ്റ്
യെസ്. ആ ആ ഭാഗം ഞാൻ വീണ്ടും രണ്ട് തവണയും ഞാൻ കേട്ടേക്ക് രണ്ട് തവണയും പെട്ടെന്ന് മനസ്സിലായില്ലേ. അപ്പൊ അവൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശരി, ഇവിടെ നോക്കിക്കോളെ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ നോക്കിക്കോളെ, ഇവിടെ ഒന്നാകുമ്പോൾ ഇവിടെ രണ്ടല്ലേ, അതെ ഇവിടെ എത്രയായിരിക്കും? 8. 7ന്റെ വ്യത്യാസം 8 ഉണ്ടാവില്ലേ? ഇവിടെ 8 ഉണ്ടാവുക. 8. ഇവിടെയോ 9. ആ, ഇതെല്ലാം കൂടി കൂട്ടി എത്രയാ? 20. അപ്പൊ ചോദ്യം ഇതുണ്ടല്ലേ, നിങ്ങളെ ഫോണ് ഒന്ന് സൈലന്റ് ആയിക്കോളെ. ഫോണിന് സൗണ്ട് വരുന്നത് അതുകൊണ്ടാണ്. ഫോണിന് സൗണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ ശരി, ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണുണ്ടാവും. 9 1 10, 10 20. ഈ 20 നിങ്ങളോട് ചോദിക്കുന്നത് ഒരു കലണ്ടറിലെ അടുത്തടുത്ത 4 കള്ളിയിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 20 കിട്ടിയെങ്കിൽ ചെറുതേത് വലുതേത് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 20 ആണ് കൂട്ടിയാൽ കിട്ടിയെങ്കിൽ 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 5 കിട്ടും. ആ 5ൽ നിന്ന് 4 വീണ്ടും കുറച്ചാലാണ് നിങ്ങൾക്ക് ചെറിയ സംഖ്യ കിട്ടുക. 5ൽ നിന്ന് 4 കുറച്ചാൽ 1 കിട്ടും. ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് കിട്ടിയാൽ മതി. ഒരു ഡേറ്റ് കിട്ടിയാൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. 1 ഇവിടെയുണ്ട്, തൊട്ടപ്പുറത്ത് 2 ആയിരിക്കും. 1ന്റെ കൂടെ 7 കൂട്ടിയാൽ 8, അടുത്തത് 9 ആയിരിക്കും. അപ്പം ഒരു കലണ്ടറിൽ വേറൊരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം, അതും മനസ്സിലാക്കി വെച്ചോ. വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, കലണ്ടറിൽ 1-ാം തീയതിയും കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം 29-ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. ഇത് ഓർത്ത് വെച്ചാൽ തന്നെ ബാക്കി എല്ലാ അടുത്തുള്ള സംഖ്യകൾ കിട്ടും. ഇതിപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് വന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്. ആ രക്ഷിതാവ് ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ തോന്നുന്നു. 9 കള്ളികൾ തരും. ഒരു കലണ്ടറിലെ 9 അടുത്തടുത്ത കള്ളികൾ കൂട്ടിയപ്പോൾ 99 കിട്ടി എന്ന് ചോദ്യം. അതിൽ ചെറുതേത് വലുതേതെന്ന് ചോദിക്കാം. 99നെ ഉടനെ നിങ്ങൾ 9 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആവറേജ് ശരാശരി മിഡിൽ നമ്പർ കിട്ടും 11. ഇവിടെ 11 എഴുതി കൊടുക്കുക. ഇവിടെ 11 എഴുതിയാൽ ഇവിടെ 10 കിട്ടും, ഇവിടെ 12 കിട്ടും. അപ്പൊ 10ന്റെ തൊട്ട മേലാരുണ്ടാവുക? 3 ഉണ്ടാവും. 4 5. ായോ? മൈക്ക് ഓൺ ചെയ്തോളൂ, പറഞ്ഞോളൂ. ഇത് പറഞ്ഞതെനിക്ക് മനസ്സിലായി. ആ, നേരത്തെ സാർ പറഞ്ഞില്ലയോ ഒരു കലണ്ടറിൽ 4 ഡേറ്റുകൾ ഒരേപോലെയും 5 എണ്ണം ഒരേപോലെ വരുന്ന ദിവസങ്ങളെ പറഞ്ഞില്ലേ? 5 Fridays in January, not 5 Saturday. എന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾ ആ മൈക്ക് ഓൺ ചെയ്തൊക്കെ പൊരിച്ചത് വരുന്നുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് മൈക്ക് മ്യൂട്ട് ചെയ്തു. There are 5 Fridays in January, not 5 Saturdays. നിങ്ങൾക്കറിയാലോ ഫ്രൈഡേ കഴിഞ്ഞാലാണ് സാറ്റർഡേ വരിക. 5 വെള്ളിയാഴ്ചകളുണ്ട്, 5 ശനിയാഴ്ചകളില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഒരു കലണ്ടറിൽ നിങ്ങൾക്ക് 5ഉം 4ഉം മാത്രമേ ഉണ്ടാവൂ. 1 2 3 ഇതെല്ലാം ഉൾപ്പെടുന്നവ 5 എണ്ണം ഉണ്ടാവും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 4 എണ്ണേ ഉള്ളൂ. ഏതൊരു മാസത്തെ കലണ്ടർ എടുത്തു നോക്കൂ, വീട്ടിൽ കലണ്ടർ വെച്ച് പറഞ്ഞു കൊടുത്താൽ മതി. There are 5 Fridays in January എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ 5 വെള്ളിയാഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നോട്ട് 5 Saturdays എന്ന് പറഞ്ഞാൽ സാറ്റർഡേ നിങ്ങളോട് പറയുന്നു 4 ഉണ്ടാവും. 5 വെള്ളിയാഴ്ചയും 4 ശനിയാഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ആ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് 3-ലായിരിക്കും. കാരണം ഇവിടെ 4 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ഇത് 4 എണ്ണം ഒക്കൂ. നോക്കിക്കോളൂ, 4 കഴിഞ്ഞാൽ അടുത്ത ആള് 11 ആണ്, അടുത്ത ആള് 18 ആണ്, അടുത്ത ആള് 25 ആണ്. ഇനി അങ്ങോട്ട് പോകൂല. കാരണം ഇവിടെ 7 കൂട്ടിയാൽ 32 വരെ, 32 ഇല്ലല്ലോ. അപ്പോൾ 1 2 3 4 ആ 4 സാറ്റർഡേ വന്നു. നിങ്ങളോട് പറഞ്ഞു 5 വെള്ളിയാഴ്ചകൾ ഉണ്ട്. 5 വെള്ളിയാഴ്ചകൾ ഉണ്ടെങ്കിൽ ഇവിടെ 10-ാം തീയതി വെള്ളിയാഴ്ച, 17-ാം തീയതി വെള്ളിയാഴ്ച, 24-ാം തീയതി വെള്ളിയാഴ്ച. ഒന്നുകൂടി വരും ഇവിടെ 31. There are 5 Fridays in January, not 5 Saturdays. Which day is January 1st? നിങ്ങൾ എന്നെ പറ, which day is January 1st? പറയൂ. വെനസ്ഡേ. അപ്പൊ അത് ഒരു കലണ്ടറിലെ ഒരു ഉയർന്ന തലത്തിലുള്ള ചോദ്യമാണ്.
ആ പേരന്റിന് മനസ്സിലായോ പറഞ്ഞത്? ആ അതെ മനസ്സിലായി നിങ്ങൾ മനസ്സിലായി. LSSന്റെ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ദിവസം നേരുന്നു. നമ്മുടെ LSSന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മണിക്കായിരിക്കും. 7:30 മണിക്ക് ആ ക്ലാസ്സിൽ നടക്കുന്ന വിവരം, ഓൺലൈൻ ക്ലാസ് നടക്കുന്ന വിവരം നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതാണ്. ആ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ വഴി അറിയിക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസർ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം. ടൈപ്പ് ചെയ്ത് അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ കൊടുക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് 8686171729. LSSന്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വർഷം LSSന്റെ പരീക്ഷ, ആ പരീക്ഷയുടെ ഘടനയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. 20 മാർക്ക്, ഇംഗ്ലീഷ് അവിടെ 10 മാർക്ക്, അതുപോലെ GK 10 മാർക്ക്. ഫസ്റ്റ് പേപ്പർ 40 മാർക്കാണ്. സെക്കൻഡ് പേപ്പറിലാണ് മാത്സും EVSും വരുന്നത്. ഗണിതം 20 മാർക്ക്, EVS 20 മാർക്ക്, ഇവിടെയും 40ആണ്. കുട്ടികൾക്ക് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത് 40ഉം 40ഉം 80 ചോദ്യങ്ങൾ, 80 മാർക്കാണ്. ആ 80 മാർക്കിൽ എത്ര കിട്ടണം എന്ന് ചോദിച്ചാൽ പല കുട്ടികളും പറയാം 48 കിട്ടിയാൽ മതി എന്നാണ്. അത് അവരോട് പറയരുത്. അവരോട് 80ൽ 80 കിട്ടണമെന്ന് പറഞ്ഞു കൊടുക്കണം. 48 വിചാരിച്ചാൽ ഒരിക്കലും 48 കിട്ടില്ല. അപ്പം നിങ്ങൾ അവർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കളെ 80ൽ 80 നേടണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ അയച്ചു തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ടോപ്പിക് വൈസായിട്ട് തന്നെ എടുക്കും. വീൽ ഓഫ് ടൈം ഉണ്ട് അവർക്ക് പഠിക്കാൻ, നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ, അവയുടെ വ്യത്യാസം, അവയുടെ തുക, ഇതൊക്കെ പഠിക്കാനുണ്ട്. റോമൻ നമ്പേഴ്സ് പഠിക്കാനുണ്ട്. അതേപോലെ കലണ്ടർ പഠിക്കാനുണ്ട്, പാറ്റേൺ പഠിക്കാനുണ്ട്, ജോയിനിങ് തൗസൻഡ്സ് പഠിക്കാനുണ്ട്, ഡ്രോയിങ് ഷേപ്സ്, ഫ്രാക്ഷൻസ്, ഇങ്ങനെ ക്ലോക്ക് ആൻഡ് മിറർ, പെരിമീറ്റർ, അതുപോലെ ഓരോരോ രൂപങ്ങൾ, സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും അവരുടെ പെരിമീറ്റർ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഈ പറഞ്ഞിരിക്കുന്ന ജോമെട്രിയിൽ നിന്നാണ്, പെരിമീറ്റർ എന്നൊക്കെ ഭാഗത്തു നിന്നാണ്. അതുപോലെ സമയചക്രത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. കണക്കിലെ ചോദ്യത്തിൽ സാധാരണഗതിയിൽ വരുന്നത് ഇങ്ങനെയാണ്, 10+10 എന്നുള്ള രീതിയിലാണ്. 10 മാർക്ക് 1 വേർഡ് ചോദ്യവും 5 മാർക്കിൻ്റെ 2 ചോദ്യവും, ഇങ്ങനെ 2, 5, 10 മാർക്ക് അങ്ങനെയാണ്. ഈ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ചിലപ്പോൾ ചതുഷ്കൃതികളായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം, ചിലപ്പോൾ വീൽ ഓഫ് ടൈമിലെ വിശാലമായ ചോദ്യങ്ങളാവാം. കുട്ടികൾക്ക് കൂട്ടുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും ഒക്കെ കൃത്യമായിട്ട് അറിയാമോ എന്ന് നോക്കും. അപ്പം നിങ്ങൾ രക്ഷിതാക്കൾ അവരുടെ കൂടെ ഇരുന്നിട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലാസ് വരുന്ന ബുധനാഴ്ച വൈകുന്നേരം 7:30 മണിക്കാണ്. താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.